സഭാപ്രസംഗികയുടെ പുസ്തകത്തിൽ വായിച്ചത് കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കുകയല്ല. കൽപ്പന പ്രമാണിച്ചില്ലെങ്കിലോ ദോഷം സംഭവിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഇസ്രായേൽ മക്കള് ഈ കൽപ്പന അക്ഷരം പ്രതി അവരനുസരിച്ചു. അതാണ് പുറപ്പാട് പുസ്തകം വായിച്ചേ 12-ാം അധ്യായത്തിന്റെ 1 മുതൽ ആട്ടിൻകുട്ടിയെ വേർതിരിക്കുന്നതും ആട്ടിൻകുട്ടിയുടെ യോഗ്യതയും അതിന്റെ ക്രമീകരണങ്ങളാണ് പുറപ്പാട് 12-ന്റെ 1 മുതൽ. വായിച്ചാട്ട മോനെ മൈക്കിക്കൂടെ. യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുളി ചെയ്തതെന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി. അപ്പൊ ശ്രദ്ധിക്കുക, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായിരിക്കണം, ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. നിങ്ങളെ ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരാട്ടിൻകുട്ടി വീതം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ മാസം 10-ാം തീയതി കൽപ്പനയാ. കൽപ്പന പ്രമാണിക്കുന്നവനൊരു ദോഷവും സംഭവിക്കുകയല്ല. കൽപ്പന ഈ മാസം അതത് കുടുംബത്തിന് ഒരാട്ടിൻകുട്ടി ഓരോ വീട്ടുകാർ ഓരോ ആട്ടിൻകുട്ടിയെ വേർതിരിക്കണം. ഓരോരുത്തരും ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ഓരോരുത്തര് ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ഒരു കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വെച്ച് ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ അത് എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ആ വീടൊന്നിനൊരു ആട്ടിൻകുട്ടി. ഈ ആട്ടിൻകുട്ടിക്ക് യോഗ്യതയുണ്ട്. എന്താ അതിന്റെ യോഗ്യത? 5-ാമത്തെ വാക്യം വായിച്ചേ മോനെ. കാണുന്ന ആടിനെയെല്ലാം പിടിച്ച് മാറ്റി നിർത്തരുത്, കാണുന്ന ആടിനെയെല്ലാം കണ്ടിക്കരുത്, കണ്ണി കണ്ട ആടിനെയെല്ലാം പിടിച്ച് കണ്ടിക്കരുത്. കണ്ടിക്കണ്ട ആടിന്റെ യോഗ്യതയാണ് 12-ന്റെ 5. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ഈ ആട്ടിൻകുട്ടി ആരാ? ഒറ്റ വാക്ക് പറഞ്ഞാൽ ഇത് യേശുക്രിസ്തുവിന് നിഴലാ. അതല്ലേ കടന്നു പോകുന്ന ക്രിസ്തുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ പറഞ്ഞത്, ആണ്ട പോകുന്നു ആമൻ സാക്ഷാൽ ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യവും 1-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യവും ആമൻ വായിച്ച് സഹായിച്ചാട്ടെ. പിറ്റന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 35-ാം വാക്യം കൂടെ വായിക്കാം. പിറ്റന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാണ് ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പോൾ ഈ കുഞ്ഞാട് ആരാണെന്ന് ചോദിച്ചാൽ അത് കർത്താവാകുന്ന യേശുക്രിസ്തുവിന് നിഴല. പുറപ്പാട് 12-ൽ വേർതിരിക്കപ്പെട്ട കുഞ്ഞാട് യേശുക്രിസ്തുവിന് നിഴലായിട്ട് നിൽക്കുക. എന്താ നിഴലാന്ന് പറയാൻ ഒരു കാര്യം അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയായിരിക്കണം. ഊനമില്ലാത്ത ഒരുവനെയുള്ളൂ, അത് നസറയനാകുന്ന യേശുക്രിസ്തു. പാപമില്ലാത്ത ഒരുവനെയുള്ളൂ, അത് നസറയനാകുന്ന യേശുക്രിസ്തു. പാപം ചെയ്യാത്ത ഒരുവനെയുള്ളൂ, അത് നസറയനാകുന്ന യേശുക്രിസ്തു. പാപമേശാത്ത ഒരുവനെയുള്ളൂ, അത് നസറയനാകുന്ന യേശുക്രിസ്തു. അവിടുത്തെ പാപമില്ല, പാപം ചെയ്തിട്ടില്ല, പാപം തീണ്ടിയിട്ടില്ല, പാപമില്ലാത്ത പാപമേശാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. പല കോടതി മാറി മാറി വിസ്തരിച്ചിട്ടും യേശുവിൽ ഒരു കുറ്റവും കണ്ടില്ല. സ്തോത്രം. യൂദ വരെ പറഞ്ഞു അവനെ നാശപുത്രനാ. എന്നാലും അവൻ ഒടുവിൽ പറഞ്ഞു, അയ്യോ കുറ്റമില്ലാത്ത രക്തം. അവനെ ബന്ധിച്ചു കൊണ്ടുപോയി നാടുവാഴിയായ പീലോത്താസിനെ ഏൽപ്പിച്ചു. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അനുദപിച്ചു. അവനെ കാണിച്ചു കൊടുത്ത യൂദ ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കി കൊണ്ടുവന്നു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. കണ്ടോ? യൂദ പറയുക കുറ്റമില്ലാത്ത രക്തം എന്ന് പറഞ്ഞാൽ യേശുവിൽ ഒരു കുറ്റവുമില്ലെന്ന് യൂദ സാക്ഷ്യപ്പെടുത്തുക. യാതൊരു കുറ്റവും യേശുവിൽ കണ്ടില്ല. കുറ്റമില്ലാത്ത രക്തം. യേശു പരിശുദ്ധനാണ്. മഹാപുരോഹിതന്മാരും ഒവണ്ണം തന്നെ പറഞ്ഞത്, അവനിൽ ഇത് പരിശുദ്ധ രക്തമാണ്, അതിന്റെ കാശാണ്. അവനോട് പറഞ്ഞു നീ കൊണ്ടുപോകാൻ പറഞ്ഞു. അവൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. മഹാപുരോഹിതൻ പറഞ്ഞു തന്ന് ഞങ്ങൾക്കും വേണ്ട. അത് വലിച്ച് അങ്ങോട്ടെറിഞ്ഞു. പിന്നെ അതെല്ലാം കൂടെ എടുത്ത് ഗതികേട് പിടിച്ചവനെ എല്ലാം കൂടെ അടക്കാൻ സ്ഥലവും വാങ്ങി. രക്തനിലം അക്കൽദാമ ആട്ടെ
ചുരുക്കി പറഞ്ഞാൽ മഹാപുരോഹിതനും ഒടുവിൽ പറഞ്ഞ് കുറ്റമില്ലാത്തവനാ. പീലാത്തോസിന്റെ ഭാര്യയ്ക്ക് രാത്രി ദർശനമുണ്ടായി. ആ സ്ത്രീയും വന്ന് പറഞ്ഞു, പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എല്ലാ കേസിനകത്ത് ഇടപെടുന്നത് പോലെ ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. ആ തള്ളയ്ക്ക് അത്രയും ബോധം ഉണ്ടായിരുന്നു. സ്തോത്രം. നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. അതിനകത്ത് ഒരു ചിന്ത പറയാം, സഹോദരിമാരോട് പറയാം. ഭർത്താവ് അനീതിക്കും നീതിക്ക് നിരക്കാത്തതിനും അന്യായത്തിന് പോകുമ്പോൾ അതിന് ഏല ഇട്ട് കൊടുക്കരുത്. മനസ്സിലായോ? ഭർത്താവ് മറ്റൊരുത്തനെ ചതിച്ച് വഞ്ചിച്ച് ഉപദ്രവിച്ച് പീഡിപ്പിച്ച് അവൻ മറ്റ് നിലകളിൽ എന്തെങ്കിലും വീട്ടിൽ കൊണ്ടുവന്നാൽ മേടിക്കരുത്, വീട്ടിൽ കയറ്റിക്കരുത്. ഭാര്യ പറഞ്ഞു കൊടുക്കണം, ചായ പട്ടിണിയാണ് പട്ടിണി, പക്ഷെ ഇത് കൊണ്ടുവന്നാൽ നമുക്കും നമ്മുടെ സന്തതിക്കും ശുഭമാകുകയല്ല. ഇത് അങ്ങനല്ല, നിങ്ങൾ കുറച്ചുകൂടെ കൊണ്ടുവരാൻ മേലായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിവില്ലെന്നുള്ള കാര്യം എനിക്ക് അതാ ഉണ്ടോ? നീതിക്ക് നിരക്കാത്ത, ന്യായമല്ലാത്ത, അർഹതപ്പെടാത്ത, പ്രമാണത്തിന് നിരക്കാത്ത കാര്യത്തിൽ ഇടപെടുകയോ പോകുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ അത് മുഖാന്തരം എന്തെങ്കിലും നന്മ, ഭൗതിക നന്മ കൊണ്ടുവന്നാൽ നിങ്ങളതിന് ഒത്താശ പറയരുത്. അത് പറഞ്ഞ് മനസ്സിലാക്കണം. ചിലപ്പം ബോധം കാണുകയില്ല, ഇവിടെ ഒക്കത്തില്ല, ഞാൻ ചെയ്യത്തുമില്ലെന്ന് പറയണം. അതിന് കാരണവും കൂടെ പറയണം. നമുക്ക് നമ്മുടെ സന്തതിക്കും ശാപം വരുത്തി വെക്കരുത്. സ്തോത്രം. പീലാത്തോസിന്റെ ഭാര്യയ്ക്ക് അത്രയും വെളിവുണ്ടായിരുന്നു. അവൾ പറഞ്ഞ് എല്ലാവരുടെയും കേസിൽ ഇടപെടുമ്പോൾ നിങ്ങൾ ആ നീതിമാന്റെ കേസിൽ. ഒടുവിൽ അങ്ങേർക്കും വെളിവുണ്ടായി. മാറി മാറി വിസ്തരിച്ചിട്ടും ഒരു കുറ്റവും കണ്ടില്ല. ഒടുവിൽ പുള്ളി വെള്ളമെടുത്ത് കൈ കഴുകിച്ച് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. സ്തോത്രം. ആ ക്രൂശിൽ കിടന്ന ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ അവനും പറഞ്ഞു, നമ്മൾ തെറ്റ് ചെയ്തത് കൊണ്ടാ ഈ ക്രൂശിൽ ഇങ്ങനെ കിടക്കുന്നത്. ഈ നീതിമാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഉണ്ടോ? ക്രൂശിൽ കിടന്നവനും സാക്ഷിച്ചു യേശു വിശുദ്ധനാന്നുള്ളതാണ്. നമ്മുടെ കർത്താവിന്റെ തിരുമരണ സമയത്ത് ആ പാറ പിളർന്നു, ഈ ഭൂമിയെല്ലാം ഇളകി, കല്ലറകൾ തുറന്ന് മരിച്ചവർ ഉയർത്ത് ചിലർക്ക് പ്രത്യക്ഷപ്പെട്ടു. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ഇടിമുടങ്ങി, ഭൂകമ്പമുണ്ടായി. ദൈവാലയത്തിലെ തിരശീല മുകളിൽ നിന്ന് സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ശതാധിപൻ ഇതെല്ലാം കൂടെ കണ്ടിട്ട് പറയുക, അയ്യോ, വാസ്തവമായിട്ട് അവൻ നീതിമാനായിരുന്നു. സ്തോത്രം. പാറ പിളർന്നു, പാരിലകന്നു, പാപന മൃദുരുയിരാർന്നുക. പാറ പിളർന്നു, പാരിലകന്നു, പാപന മൃദുരുയിരാർന്നുക. കീറുകയായി തിരുശീലയും തൻ മൃതി നേരം സൂര്യനിരുണ്ടുപോയി. കീറുകയായി തിരുശീലയും തൻ മൃതി നേരം സൂര്യനിരുണ്ടുപനുയിർത്തെഴുന്നേറ്റു ഇതിനെതിരാരി നോദിടും. മൃതിയേവൻ ഉയർത്തെഴുന്നേറ്റു ഇതിനെതിരാരി നോദിടും. ഹൃദിബോധമുള്ളോരെല്ലാം അടിപണിയും തൻ സന്നിധോ. ഹൃദിബോധം ലവമുള്ളോരെല്ലാം അടിപണിയും തൻ സന്നിധോ. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാസ്തുലം. കല്ലുക്ഷതലേശം കാണുന്നില്ലി മനുഷ്യനിലം മുറ ചെയ്തുതാൻ. കല്ലുക്ഷതലേശം കാണുന്നില്ലി മനുഷ്യനിലം മുറ ചെയ്തു. മരണമതിൻ വിധിയെഴുതിയതിവനെ പ്രതിമാത്രം ഭൂവിയൽയതിവനെ പ്രതിമാത്രം ഭൂവിയൽഭുതമോ. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ
ഒരുത്തനെ ഉലകിൽ കാണുമോ? ഇത്ര മകാനായുത്തമനുയർത്തി ഹല്ലേലൂയ പാടിയാട്ടെ. ഇതുപോലെ ശ്രേഷ്ഠനായ അവൻ മഹിമയുള്ള മഹത്വമുള്ള ഉന്നതനാകുന്ന ഒരുവൻ ഇല്ല. യേശു ഊനമില്ലാത്തവനാ. ആമേൻ. പല കോടതി പിന്നെ മൂട് കാണുന്നു അല്ലെ, ഇനിയുണ്ടെന്ന്. ഇനിയിപ്പോ ആശീർവാദം കഴിയാതെ മൂടണ്ട. അപ്പൊ ശ്രദ്ധിക്കുക, ഇതുപോലെ ശ്രേഷ്ഠനാകുന്ന യോഗ്യനാകുന്ന ഉന്നതനാകുന്ന മഹിമയുള്ള ഒരുവൻ ഇല്ല. അതാ ആട്ടിൻകുട്ടി ഊനമില്ലാത്തതായിരിക്കണം. യാതൊരു കളങ്കവും യേശുവിലില്ല. ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. യേശുവിന്റെ ജീവിതം നിങ്ങൾ പഠിച്ചു, ഒരു കുഴപ്പമില്ല. യേശു എല്ലായിടത്തും പോകുമായിരുന്നു. ചുങ്കക്കാരൻ്റെ വീട്ടിലും യേശു പോയി. യേശുവിനൊക്കെ എല്ലാവരും മരികയും ചെയ്യുമായിരുന്നു. ചുങ്കക്കാരൻ പറഞ്ഞ് ഇന്ന് വീട്ടിൽ അത്താഴം ഉണ്ടെന്ന് പറഞ്ഞു. ഓ ആയിക്കോട്ടെ. അന്നേരം അവിടെ വന്നവരും പല ആൾക്കാരാ. അപ്പം മറ്റവരെല്ലാം കൂടെ മാറുമെന്ന് പറഞ്ഞ് ഇവനെ ശരിയല്ല. അതെന്നാ ഇവൻ്റെ കൂടെ കൂടി നടക്കുന്നവരാരാന്നെന്ന് ഇവന് സ്തോത്രം. ചുങ്കക്കാരും വഴിവിട്ടവരും വേശ്യമാരും ആമേ ധാർമ്മിക അധപ്പതനമുള്ളവരൊക്കെ ഇവന്റെ കൂടെ. സ്തോത്രം. അതുകൊണ്ട് ഇവനും ശരിയല്ലെന്നാ അവർ പറഞ്ഞു വെച്ചത്. യേശുവിന്റെ വിശേഷത, യേശു ചുങ്കക്കാരൻ്റെ കൂടെ കൂടി പിറ്റേ ദിവസം യേശു ചുങ്കം പിരിക്കാൻ എങ്ങ് വരുന്നില്ല. അല്ല യേശു നമ്മളെ യേശു നേരത്തെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പം ആ ചുങ്കക്കാരൻ ഇന്നലെ മുതൽ പുള്ളിയും ചുങ്കം പിരിക്കാൻ ഇല്ലില്ല. ചുങ്കക്കാരൻ മാനസാന്തരപ്പെട്ടെന്നുള്ളതാണ്. അതാ യേശു. സ്തോത്രം. സക്കായി അങ്ങനെ ആയിരുന്നല്ലോ. അക്കായിയോട് പറഞ്ഞു, ആ അത്തിമരത്തിൻ്റെ ചോട്ട് വന്നും പറഞ്ഞ് ഉരുണ്ട് വീഴാതെ താഴോട്ട് വരാൻ പറഞ്ഞു. ഉരുണ്ട് വീഴാന്നൊന്നും എഴുതിയിട്ടില്ല. ഞാനങ്ങ് പറയാളത്തിന് ഓർക്കാപ്പുറത്താണ് പറഞ്ഞ. അവിടെ സക്കായി അറിയുന്നുണ്ട് യേശു അവിടെ വന്ന് നിൽക്കുമെന്നും മേപ്പോട്ട് നോക്കുമെന്നും. അപ്പം പെട്ടെന്ന് ഇത് വരുമ്പോൾ പുടവൊന്ന് താഴെ വീഴാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് കർത്താവ് മിക്കവാറും പറഞ്ഞ് കാണാൻ സാധ്യത ഉണ്ട്. ആ അത്തിയുടെ ചോട്ട് വന്നിട്ട് പറഞ്ഞ് ഇടേ സൂക്ഷിച്ചിറങ്ങി വരണം പറഞ്ഞു. വെപ്രാളം പിടിക്കണ്ട, ഇന്ന് രാത്രി നിന്റെ വീട്ടിലാന്ന് പറഞ്ഞു. മറ്റൊരു ഡേറ്റ് കൊടുത്ത ധാരാളം ആൾക്കുണ്ട്. യേശുവെ ഡിന്നർ ഞങ്ങളുടെ അവിടെ, ഇന്ന് രാത്രി ഡിന്നർ ഔറാച്ചായൻ്റെ അവിടെ. ഔറാച്ചൻ നമ്മുടെ സഭയുടെ നെടും തൂണാണ്. നാളെ ബ്രേക്ക്ഫാസ്റ്റ് ചാക്കോച്ചായൻ്റെ വീട്ടിൽ, പിന്നെ ഇന്ന് രാത്രി സക്കായുടെ വീട്ടിലാന്ന് പറഞ്ഞു. അതാ യേശു. സ്തോത്രം. അവനും മാനസാന്തരപ്പെട്ടെന്നുള്ളതാണ്. അക്കായിയുടെയൊക്കെ മാനസാന്തരം നല്ല മാനസാന്തരം. അവന് യേശു വീട്ടിൽ വന്നപ്പോൾ തന്നെ അവനെ വ്യത്യാസമായി. അതാ യേശു. അവന് ഭക്ഷണമില്ല കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഗുരു ആരോടെങ്കിലും വല്ലതും ചതിവായിട്ട് വാങ്ങിച്ചുണ്ടെങ്കിൽ അവനെ തട്ടിക്കളയാന്നല്ല. അവനിരിക്കുന്നിടത്തോളം നമുക്ക് നാശമാണ്. പിന്നെ അവന് അങ്ങനല്ല യേശു പറഞ്ഞു. സക്കായി പറഞ്ഞ് ആരോടെങ്കിലും ചതിവായിട്ട് വല്ലതും മകനവന് 4 മടങ്ങ് തിരിച്ചു കൊടുക്കുക. അതാ മാനസാന്തരം. അപ്പൊ യേശു ചുങ്കക്കാരുമായിട്ട് ഇടപെട്ട് കഴിയുമ്പോൾ കർത്താവ് പിറ്റേന്ന് ചുങ്കം പിരിച്ചവൻ അതോടെ നിർത്തി. വേശ്യാസ്ത്രീയുമായിട്ട് യേശു സംഭാഷിച്ചു. ആമേ പിറ്റേന്ന് യേശുവും ആ രീതിയിലല്ല. അവള് പാപമേറ്റു പറഞ്ഞു ഉപേക്ഷിച്ചു. യേശുവിന്റെ പാദത്തിൽ വീണു. അതാ യേശു. യേശുവിനിടയ്ക്ക് ആർക്ക് വേണേലും വരാം, ഏത് സമയത്ത് വേണേലും. യേശുവിനിടക്കൽ ചിങ്ങമാസത്തിലും വരാം, കർക്കിടകത്തിലും വരാം, കന്നിമാസത്തിലും, ഏത് മാസത്തിൽ യേശുവിനിടയ്ക്ക് സ്തോത്രം. തിങ്കളാഴ്ച വരാം, ചൊവ്വാഴ്ച വരാം, ഞായറാഴ്ച വരാം, ഏത് ദിവസം വേണേലും. യേശു പറയാം ഞാൻ ചൊവ്വാഴ്ച മാത്രമേ ദർശനം കൊടുക്കുകയുള്ളൂ. ഇല്ലില്ല, എപ്പോൾ വന്നാലും. രാവിലെയും വരാം, വൈകിട്ടും വരാം. പുരുഷനും വരാം, സ്ത്രീക്കും വരാം, തള്ളയ്ക്കും വരാം, കൊച്ചിനും വരാം, പിള്ളയ്ക്കും വരാം, ആർക്കും വരാം. ഒരുത്തരെയും തടയത്തില്ല. വന്നവർക്കെല്ലാം അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ പാനപീഠത്തിൽ വന്ന ആർക്കും ഒരു ദോഷം വന്നിട്ടില്ല. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും വരത്തില്ല. യേശുവിന്റെ അടുക്കൽ ആർക്കും ഏത് സമയത്തും വരാം. ഇന്ന് രാത്രിയിലും യേശു നിന്നെ സ്നേഹിക്കുക.
മറ്റ് പല സ്ഥലങ്ങളിൽ എല്ലാവർക്കും എല്ലാ സമയത്തും എല്ലായ്പ്പോഴും എല്ലാവർക്കും ഒന്നും ചെല്ലാൻ ഒക്കത്തില്ല. ചിലരെ തൊടാൻ പോലും വെക്കില്ല. തൊട്ട് കഴിഞ്ഞാൽ പറയും അത് സ്തോത്രം. എന്നാൽ യേശുവിനെ വന്ന് തൊട്ടൊരു സ്ത്രീ, അവൾ അന്നേരം വന്നുമില്ല. യേശുവിന്റെ വിശുദ്ധി അവളുടെ ജീവിതത്തിലേക്ക് പകർന്നപ്പോൾ അവിടെ അശുദ്ധി മാറി, അവളും വിശുദ്ധയായി. അതാണ് യേശു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അവള് വെപ്രാളത്തോടാ വന്നത്. ദൈവമേ ആരെങ്കിലും കാണുവോ, കണ്ടത് വരട്ടെന്നും പറഞ്ഞ് അവള് വിശ്വാസത്തോടെ അവന്റെ പ്രൈസ് ദ ലോർഡ്. അവളെ ആൾക്കാരെല്ലാം വല്ലതൊക്കെ പറഞ്ഞ് കാണുമായിരിക്കും. ഈ തെള്ളിനിടെ നീ എന്തിനാടി കയറി യേശുവിനെ തൊട്ടത്? അതൊക്കെ ഞങ്ങള് തൊട്ടേച്ച് പറയാ, എപ്പോൾ തൊടണം, എങ്ങനെ തൊടണം എന്നൊക്കെ അവള് പറഞ്ഞ ഒന്നും എനിക്ക് വിഷയമുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി ആ കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. പണ്ട് ഒരാൾ പറഞ്ഞ അവള് അവിടെ നിന്ന് പാടിയെന്നാ പറഞ്ഞത്. ആദികളൊടിച്ചെന്നെ കാക്കുന്നവൻ, ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ, കൊണ്ടു വരുന്നവൻ, ജീവനായകനേ മന്നോവേലേ ജീവനായകനേ മന്നോവേലേ ജീവനായകനേ. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിൽ യാതൊരു പാപമില്ല. അവിടുന്ന് പാപം ചെയ്യാത്തവനും പാപമറിയാത്തവനും പാപമേശാത്തവനും പാപം തീണ്ടാത്തവനും പാപം ആമയില്ലാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. അപ്പോൾ ഈ കുഞ്ഞാട് യേശുക്രിസ്തുവിന് നിഴല. എന്തിനേറെ ആ 10-ാം തീയതി ആട്ടിൻകുട്ടിയെ വേർതിരിച്ചു. 14-ാം തീയതി സന്ധ്യാസമയത്ത് അതിനെ അറുത്ത് ആട്ടിൻകുട്ടിയുടെ രക്തം കട്ടിളക്കാർ രണ്ടിലും കുറുമ്പടിമേലും പുരട്ടി ആ കൽപ്പന അക്ഷരം പ്രതി അവരനുസരിച്ചു. ശ്രദ്ധിക്കുക, കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. അർദ്ധരാത്രിയായപ്പോൾ സംഹാരദൂതൻ ആദിജാതന്മാരെ കൊന്നുകളയുവാൻ ഇറങ്ങി. എന്നാൽ അന്ന് രാത്രി കൽപ്പന. പ്രൈസ് ദ ലോർഡ്. കാരണം കുഞ്ഞാടിന്റെ ചോര രക്തം അവിടെ തളിച്ചു. ഈ രക്തം യേശുക്രിസ്തുവിന്റെ എന്താ രക്തത്തിന്റെ വിശേഷത? 1, ഇത് പുണ്യാക രക്തമാ. 2, ഇത് പാപം മോചിക്കുന്ന രക്തമാ. 3, ഇത് പരിശുദ്ധ രക്തമാ. 4, ഇത് ഗുണകരമായി സംസാരിക്കുന്ന രക്തമാ. 5, ഇത് വിലയേറിയ രക്തമാ. 6, ഇത് സൗഖ്യം വരുത്തുന്ന രക്തമാ. 7, ഇത് സമാധാനം തരുന്ന രക്തമാ. 8, നിനക്ക് ജയം തരുന്ന രക്തമാ. 9, നിന്നെ ആരാധിക്കാൻ യോഗ്യരാക്കി തീർത്ത രക്തമാ. 10, ഇത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം. 11, ആട്ടുകൊറ്റന്മാരുടെ കാളക്കിടാട്ടിന്റെ രക്തവും മലിനപ്പെട്ടമേ തളിക്കുന്ന പശുഭസ്മം ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം. ഈ രക്തം എടുത്ത് ചോരത്തളി ആചരിച്ചാൽ ഒരു ദോഷവും വരികയില്ല. ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്തിൽ ജയമുണ്ട്. യേശുവിന്റെ രക്തത്താൽ നിന്റെ പാപം മോചിക്കും. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. തീർത്തു പറയാൻ കർമ്മമാർ ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ മാമൂലുകൾ കൊണ്ടോ പിന്തുടർച്ച കൊണ്ട് മനുഷ്യന്റെ പാപം പരിഹരിക്കത്തില്ല. പാപം പരിഹരിക്കുന്നത് യേശുവിന്റെ പരിശുദ്ധ രക്തത്താല. ഇന്ന് രാത്രി ആ യേശുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. നിന്റെ അകൃത്യങ്ങൾ രക്താംബരം പോലെ ഇരുന്നാൽ അത് ഹിമം പോലെ വെളുപ്പിക്കും. എത്ര കടിച്ചുവപ്പായിരുന്നാൽ പഞ്ഞി പോലെ വെളുപ്പിക്കുവാൻ പര്യാപ്തമായ പരിശുദ്ധ രക്തമാണ് യേശുവിൻ. എനിക്ക് പാട്ട് പാടാൻ വലിയ ട്യൂണും സ്വരവും ഒന്നുമില്ല. എൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടല്ലോ. ഇവരൊക്കെ നന്നായിട്ട് പാട്ട്. നിങ്ങൾ രണ്ടുകൂടെ പറഞ്ഞ തന്നെ നിങ്ങളെന്തോ പറഞ്ഞു? ഏതാണ്ട് പറഞ്ഞു പാടണമെന്നാണോ? പിന്നെ
തെറ്റായങ്കി നീക്കി കുഞ്ഞാട്ടിൻ രക്തത്തിൽ കുളിക്ക ജീവനീരോ രുകുന്നു വശുദ്ധർക്കായി കുളിച്ചു ശുദ്ധിയായിടുക കുളിച്ചോ കുഞ്ഞാട്ടി ആത്മശുദ്ധി നൽകും രക്തത്തിൽ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോ നീ കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. കർത്തൻ വാരാവിൽ നിന്നാങ്കി ശുദ്ധമോ ഏറ്റവും വെണ്മയായി കാണുമോ സർപ്പുരത്തിൽ വാസം ചെയ്തിടാൻ യോഗ്യ പാത്രമായി തീരുമോ അന്നാളിൽ കുളിച്ചോ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോ നീ കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും കുളിച്ചോ കുഞ്ഞാട്ടി ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോൽ കുളിച്ചോ കുഞ്ഞാട്ടി രക്തത്തിൽ. ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം നിന്റെ സകല പാപവും പോക്ക് നിന്നെ ശുദ്ധീകരിക്കും. ഈ മതങ്ങളെ ചില വ്യക്തികളും ചില സംഘടനകളും ഒക്കെ എല്ലാം കൊണ്ടുപോവാന്നാ പറയുന്നത്, ഇല്ലയോ? എല്ലാം കൊണ്ടുപോവാന്ന ലിസ്റ്റ് ഒക്കെ എഴുതി തരും. ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവരണം. കൊണ്ടുവരുമ്പം ഞങ്ങളെ ചില കാര്യങ്ങളൊക്കെ ചെയ്യും. ഏതാണ്ട് ഏറെക്കുറെ നിനക്ക് യേശു പറയുന്നത് ഒന്നും വേണ്ട. കർത്താവ് പറഞ്ഞതെന്നറിയോ? നിവൃത്തിയായെന്ന. യേശു അങ്ങനെ പറഞ്ഞേ. അല്ലാതെ അങ്കമ്മ ഞായറാഴ്ച വരുമ്പോൾ 3 വടക്കോഴിയും കൂടെ ഒക്കുന്ന ഒരു പൂവനെയും കൂടെ ദൈവത്തിന് ഒന്നും ആവശ്യമില്ല. നിങ്ങളാണ്ട മീഖ 6:6 വായിച്ചേ. വായിച്ചേ മോനെ. 8 മുതൽ വായിച്ചു. എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്നു. എന്തോന്നുകൊണ്ട് ഞാൻ ചെല്ലുവെന്ന് അങ്ങോട്ട്. എന്റെ കയ്യിൽ എന്തോ ഉണ്ട്. എന്നെ എന്തുമായിട്ടാണ് ഞാൻ ചെല്ലുന്നത്? എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്നു. അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു. ഞാൻ എന്തോ എടുത്തോണ്ടാണ് അങ്ങോട്ട് ഞാൻ കുമ്പിടുന്നത്? ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാങ്ങളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? അയ്യോ, ഞാൻ കാളയായിട്ട് ചെല്ലണോ? കോഴിയായിട്ട് ചെല്ലണോ? ആടിനെയും കൊണ്ട് ചെല്ലണോ? ചോദിക്കുക. എന്തോന്നുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്? 1000 ആട്ടുകൊറ്റനിലും
അയ്യോ, 1000 ആട്ടുകൊറ്റനിലും 10,000 തൈല നദിയിലും യഹോവ പ്രസാദിക്കുമോ? ദൈവം പ്രസാദിക്കുമോ? ചോദ്യമാ. നീ ആടിനെയും കാളയും കോഴിയും താറാവും ഒക്കെ ആയിട്ട് അങ്ങോട്ട് ഞാൻ ആദ്യം വല്ലതും പ്രസാദിക്കുമോ? ദൈവത്തിന് ഇത് ആവശ്യമുണ്ടോ? തൈല നദി ഒഴിക്കുന്നവനാ ദൈവം. ഇതൊന്നും ദൈവത്തിന് വേണ്ടെന്നായി പറഞ്ഞത്. പിന്നെ എന്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ എന്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എന്റെ ഉദരബലത്തെയും കൊടുക്കണമോ? പിള്ളേരെ കണ്ടിക്കണോ? കുഞ്ഞുങ്ങളെ കൊല്ലണോ? നരബലി, ഇതൊന്നും ദൈവത്തിന് ആവശ്യമില്ല. ആരോ പറഞ്ഞു പോലും ആമൻ സ്വോത്രം, പെങ്കൊച്ചിനെ കണ്ടിച്ചാൽ നിനക്ക് ഐശ്വര്യമുണ്ടാകും. എന്റെ വിഡ്ഢി അന്നേരം പറഞ്ഞു, കൊച്ചു വേണമെന്നില്ല, തള്ളേനെ ആന്നേലും കണ്ടിച്ചാൽ മതി. ഒരു തള്ളയെ കൊണ്ടുവന്ന് കണ്ടിച്ച് എല്ലാം നമ്മുടെ തലത്തിന്റെ പേര് എലന്തൂര്. ഇവനൊക്കെ ഇനി എന്ന് ബോധം. എന്നാലും പറഞ്ഞു, തള്ള കിട്ടില്ലേ, ഇവിടെ കൂനിത്തള്ള എവിടെയും നിന്നാ മതി, അതിനെ ആന്നേലും ഏതിനേലും എണ്ണം കണ്ടിക്കണം. നരബലി കൊടുത്താവല്ലോ ദൈവം പ്രസാദിക്കുമോ? വിട്ടി അന്യോന്യം കൊലയ്ക്കും കൊള്ളിവെപ്പിനുമുള്ളതല്ല ഈ മാർഗം. മനുഷ്യനെ കണ്ടിച്ച് പ്രസാദിക്കുന്ന ഒരു ദൈവമല്ല. കടുത്തറുത്ത് ചോര അങ്ങോട്ട് ഒഴിച്ചപ്പം പ്രസാദിച്ചു. വത്സ, ഞാൻ നിന്നിൽ മത്സ്യം നിന്റെ കുന്തം. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണേ, മനുഷ്യനെ സ്നേഹിക്കേ. കയ്യും കാലം കണ്ടിച്ചത് കൊണ്ടോ കടുത്തറുത്തത് കൊണ്ടോ ഒന്നും ദൈവം പ്രസാദിക്കത്തില്ല. അതായത് ഞാൻ എന്റെ ആദിജാതനെ തന്നാ നിനക്ക് പ്രധാനമാണോ? എന്റെ ഉദരബലത്തെ തന്നാ നിനക്ക് പ്രധാനമാണോ? അടുത്ത വാക്യം വായിര്. മനുഷ്യ നീ ചെവി തുറന്ന് കേൾക്കണേ. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. നല്ല കാര്യം എന്നാന്ന് ദൈവം നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. വായിക്ക്. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിട്ടിരിപ്പാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നോ? നിന്റെ കോഴിയും വേണ്ട, ആടും വേണ്ട, പൂച്ചയും പട്ടിയും താറാവും, നിന്റെ വസ്തുവും വേണ്ട, കരിക്കും വേണ്ട, നിന്റെ അവൻ ഭൗതികവും വേണ്ട, കാശും വേണ്ട, നെല്ലും വേണ്ട, അരിയും വേണ്ട, പൂവും വേണ്ട, പുഷ്പവും വേണ്ട. ദൈവത്തിന് നീ ന്യായം പ്രവർത്തിക്കണം, നീ ദയാതൽപരനായിട്ടിരിക്കണം. മാത്രമല്ല നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ ഇത് കൂടുതലൊന്നും ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ഇന്ന് രാത്രി നീ ഒന്ന് താഴ്ത്തിക്കൊടുക്ക്. എന്റെ ദൈവമേ, നിന്റെ സന്നിധിയിൽ എന്നെ താഴ്ത്തുന്നു. എന്റെ ദൈവമേ, ന്യായം പ്രവർത്തിപ്പാൻ എന്നെ ഏൽപ്പിക്കുന്നു. എന്റെ ദൈവമേ, ദയാതൽപരനായിട്ട് ഇരിപ്പാൻ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു. അങ്ങനെ സമർപ്പിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാ. അല്ലാതെ വേറെ സാധനമൊന്നും ദൈവത്തിന് കണ്ടു കഴിഞ്ഞ ദൈവത്തിന് നിന്റെ കാശെന്തിനാ? സ്തോത്രം. ഒരാൾ പറഞ്ഞു, ഞാൻ ദൈവത്തിന് ചെക്ക് കൊടുത്തെന്ന്. ദൈവത്തിന് ചെക്ക് കൊടുത്തെന്ന്. ഏത് ബാങ്കിലാ ഇത് മാറുന്നെന്നുള്ളതാ. ദൈവത്തിന് ചെക്കും വേണ്ട, ചെക്ക് ബുക്കും വേണ്ട, നിന്റെ ATM കാർഡ് ഒന്നും ദൈവത്തിന് നിന്നെ ആവശ്യം. നിന്റെ ഹൃദയത്തിന്റെ വാതിക്കൽ നിന്ന് ഇന്ന് രാത്രി യേശു മുട്ടുക. ഹൃദയവാതില് തുറന്നു കൊടുക്ക്. യേശു നിന്റെ അകത്തേക്ക് വരട്ടെ. സ്തോത്രം. മനുജ നീ ധനമതു നിന്നയാത മനുജ നീ ധനമതു നിന്നയാത മരണം വരുമേ നിന്റെ പണം നോട്ടി നേരം പിരിയുമ്പോൾ അതിനല്ല ക്ഷണം പോട്ടിച്ചാരം ശലോമോനും അറിയുവാൻ കഴിഞ്ഞില്ലതാലെ പരനെ വേഗം ചരണമാക്കി മരുവിടണ തരുണിയിൽ മനുജ.